വൃക്ഷത്തിൽ കൊമ്പ് ചേർന്ന് വസിക്കാതെ വൃക്ഷത്തിന് ഫലം കായ്ക്കാൻ പറ്റുകയില്ല. നല്ല കായ്ച്ചു നിൽക്കുന്ന ഒരു ഓറഞ്ചിന്റെ കൊമ്പ്, ഒരു മാവിന്റെ കൊമ്പ്, ആ മാവിനകത്തുനിന്ന് വെട്ടി മാറ്റിയാൽ ഒരിക്കലും ആ വൃക്ഷവുമായി കണക്ട് ചെയ്ത് നിൽക്കാതെ അവൻ അടുത്താണ്ടി കായ്ക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, 2 ദിവസത്തിനകത്ത് അവന്റെ മാങ്ങയും പൊഴിഞ്ഞു പോകും, ഇലയും പൊഴിഞ്ഞു. എപ്പോൾ വൃക്ഷവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നു, നീ തഴച്ചു നിൽക്കും. ക്രിസ്തുവിന്റെ സഭയോട്, കൂട്ടായ്മയോട്, കർത്താവിനോടുള്ള ബന്ധത്തിൽ പറ്റിയിരിക്കുന്ന, ചേർന്നിരിക്കുന്ന അവയവങ്ങളാണ് നിങ്ങളെങ്കിൽ ഇതിനകത്തൂടെ ഒഴുകുന്ന രക്തം നിങ്ങളാകുന്ന അവയവത്തിലേക്ക് പാസ് ചെയ്യപ്പെടും. ദൈവസഭയുടെ പ്രാധാന്യത യേശു കർത്താവ് വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആലയത്തിന്റെ, ചേർച്ചിന്റെ പ്രാധാന്യത വെളിപ്പെടുത്തുന്ന അതിമനോഹരമായ ഒരു ഭാഗമുണ്ട്. 122 സങ്കീർത്തനം 1 വാക്യമാണ്. I was glad when they said unto me, let us go into the house of the Lord. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 12-13 വാക്യം പെട്ടെന്ന് വായിച്ചോ. യേശു ദൈവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം യേശു ദേവാലയത്തിൽ ചെന്നു എന്ന് പലതവണ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് 4 ഒരു വാക്യമുണ്ട്. അവൻ വളർന്ന നസ്രത്തിൽ വന്നു, ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് പറഞ്ഞേ. യേശു വല്ലപ്പോഴും ചർച്ചിൽ പോകുന്ന ആളല്ലായിരുന്നു. യേശു പതിവ് പോലെ ചർച്ചിൽ പോകുന്ന ആളായിരുന്നു. അവിടെ 13ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതിയിരിക്കുന്നു. ദൈവസഭ ദൈവത്തിന്റെ ആലയം എന്ന കാര്യത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും യേശുവിൻ്റെ ആശയങ്ങളോട് യോജിക്കാത്ത ആളാണ്. അല്ലെങ്കിൽ യേശു കർത്താവ് പറഞ്ഞ ആ വെളിപ്പാടിൽ നിൽക്കാത്ത മനുഷ്യനാണ്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം, എൻ്റെ എന്ന കർത്താവ് പറഞ്ഞു. ഇത് ദൈവത്താൽ ആരംഭിക്കപ്പെടുവാൻ കർത്താവ് എന്നെ നിയോഗിച്ചു. പക്ഷേ ഇത് എൻ്റെ അല്ല, സഭ എൻ്റെ അല്ല, സഭ കർത്താവിൻ്റെ ആണ്. യേശു പിന്നെയും പറയുന്നു, മത്തായിയുടെ സുവിശേഷം 16:18 യേശു പറയുന്നുണ്ട്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. ഈ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. ഇത് ക്രിസ്തുവിലുണ്ടായിരുന്നു, ഇത് അപ്പോസ്തലന്മാരിലുണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് അതിശ്രദ്ധേയമായ ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോസ്തല പ്രവൃത്തി 20:28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മെയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവീൻ. ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരും. അതുകൊണ്ട് സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് പൗലോസ് പറയുന്നത്, യേശു താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. ഹല്ലേലൂയ. സഭ എന്താണ്? ഉറക്കെ പറഞ്ഞ്, യേശുവിന്റെ സമ്പാദ്യം. യേശുവിന്റെ സമ്പാദ്യം എന്താണ്? സഭയാണ്. സഭയെന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഞാൻ തുറന്നു ചോദിക്കുന്നു, കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേക ദൈവസഭകൾ ദൈവത്താൽ എഴുന്നേൽപ്പിക്കപ്പെട്ടു. പക്ഷെ അങ്ങനൊരു കൂട്ടവും കൂട്ടായ്മയും അങ്ങനൊരു സഭയും സംവിധാനവും ഒക്കെ ദൈവം എഴുന്നേൽപ്പിച്ചത് കൊണ്ടും ദൈവത്താൽ ആരംഭിക്കപ്പെട്ടത് കൊണ്ടുമല്ലേ ഞാനാകുന്ന വ്യക്തിക്ക് വചനം കേൾക്കാനും ഈ ആത്മീക ശുശ്രൂഷകൾ അനുഭവിക്കാനും ഈ വിടുതൽ പ്രാപിക്കാനും ദൈവാനുഭവങ്ങൾ ഉണ്ടാകാനും ഇടയായത്. അപ്പൊ അതുകൊണ്ട്
പൗലോസ് പറയുന്ന വേർഡ് ഭയങ്കരമാണ്. യേശുവിൻ്റെ സമ്പാദ്യമാണ് അവൻ്റെ സഭ. അതിനുവേണ്ടി കൊടുത്ത പൈസ, നിങ്ങൾ പച്ചക്കറി മേടിക്കാൻ റുപ്പീസാണ് കൊടുത്തത്, ഇന്ത്യൻ റുപ്പീസാണ് കൊടുത്തത്. അരി മേടിക്കാൻ ഇന്ത്യൻ പണമാണ് കൊടുത്തത്. പക്ഷെ യേശു കർത്താവ് സഭയെ നേടാൻ, ഇങ്ങനൊരു കൂട്ടമുണ്ടാകാൻ യേശു കർത്താവ് കൊടുത്ത പ്രൈസ്, വില എന്ന് പറയുന്നത് തൻ്റെ ശരീരത്തിലുള്ള മുഴു രക്തവുമാണ്. എന്തുകൊണ്ടാണ് അവൻ രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തത്? അപ്പോസ്തല പ്രവൃത്തി 2:46-47 ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും പരമാർത്ഥ ഹൃദയം പ്രാപിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. ഒന്നുകൂടെ വായിക്കാം. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ടവൻ ഒറ്റയ്ക്ക് അവിടെ ഇവിടെ നടന്നാൽ മതിയോ? ഒറ്റ തിരിഞ്ഞ് നടന്നാൽ മതിയോ? രക്ഷിക്കപ്പെട്ടവർക്ക് ഒരു കൂട്ടായ്മ വേണം. രക്ഷിക്കപ്പെട്ടവർക്ക് അവൻ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഒരു സഭ വേണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവാണ് സഭയുടെ ശരീരം, ക്രിസ്തുവാണ് സഭയുടെ ശിരസ്, നിങ്ങളോ അതിന്റെ അവയവങ്ങളാണ്. വൃക്ഷത്തിൽ കൊമ്പ് ചേർന്ന് വസിക്കാതെ വൃക്ഷത്തിന് ഫലം കായ്ക്കാൻ പറ്റുകയില്ല. നല്ല കായ്ച്ചു നിൽക്കുന്ന ഒരു ഓറഞ്ചിന്റെ കൊമ്പ്, ഒരു മാവിന്റെ കൊമ്പ്, ആ മാവിനകത്തുനിന്ന് വെട്ടി മാറ്റിയാൽ ഒരിക്കലും ആ വൃക്ഷവുമായി കണക്ട് ചെയ്ത് നിൽക്കാതെ അവൻ അടുത്താണ്ടി കായ്ക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, 2 ദിവസത്തിനകത്ത് അവന്റെ മാങ്ങയും പൊഴിഞ്ഞു പോവും, ഇലയും പൊഴിഞ്ഞു പോവും. എപ്പോൾ വൃക്ഷവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നു, നീ തഴച്ചു നിൽക്കും. ഇത് 100% സത്യമാണ്. ക്രിസ്തുവിന്റെ സഭയോട്, കൂട്ടായ്മയോട്, കർത്താവിനോടുള്ള ബന്ധത്തിൽ പറ്റിയിരിക്കുന്ന, ചേർന്നിരിക്കുന്ന അവയവങ്ങളാണ് നിങ്ങളെങ്കിൽ ഇതിനകത്തൂടെ ഒഴുകുന്ന രക്തം നിങ്ങളാകുന്ന അവയവത്തിലേക്ക് പാസ് ചെയ്യപ്പെടും. കർത്താവിന്റെ സഭയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം കർത്താവിന്റെ ശരീരത്തോട് കാണിക്കുന്ന സ്നേഹമാണ്. കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തി അവന്റെ ശിരസിനോട് കാണിക്കുന്ന ബഹുമാനമാണ്. സഭ അവന്റെ ശിരസും ശരീരവുമാണ്.